കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്നങ്ങളുടെ വില ഉയർന്നു. കുരുമുളക് ഉൽപ്പാദനത്തിൽ രാജ്യങ്ങളിൽ നിരക്കുയർത്തി. കയറ്റുമതി മേഖലയിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരേറുന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. ഓണം ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രാദേശിക വ്യാപാരികൾ വെളിച്ചെണ്ണ ശേഖരിക്കാൻ രംഗത്തിറങ്ങിയത് വിപണി ചൂടുപിടിക്കാൻ അവസരമൊരുക്കി. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റം വരുത്തിയില്ല. കൊച്ചിയിൽ എണ്ണയ്ക്കും 200 രൂപ വർദ്ധിച്ചു. അതേസമയം കൊപ്ര വില വ്യവസായികൾ ഉയർത്താത്തത് കാർഷിക മേഖലയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളക് ഉൽപ്പാദന രാജ്യങ്ങൾ നിരക്കുയർത്തി. ഇന്ത്യൻ മാർക്കറ്റ് ഉത്സവകാല ഡിമാൻഡിൽ ഉയരുന്നത് മുൻനിർത്തി വിയറ്റ്നാം അടക്കമുള്ള കയറ്റുമതി രാജ്യങ്ങൾ മുളക് നിരക്ക് പുതുക്കിയത്. കൊച്ചിയിൽ കുരുമുളക് 68,800 രൂപയായി ഉയർന്നു. ഇന്തോനേഷ്യയും ശ്രീലങ്കയും ബ്രസീലും വിയറ്റ്നാമും ഉയർന്ന വില ആവശ്യപ്പെട്ടു. ഏലക്കാലേലത്തിന് വന്ന ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. 22,655 കിലോ ചരക്കാണ് ലേലത്തിനെത്തിയത്. ഉത്സവകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഇടപാടുകാർ ചരക്ക് സംഭരണത്തിന് ഇന്ന് ഉത്സാഹിച്ചു. കയറ്റുമതി മേഖലയിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. ഹൈറേഞ്ചിൽ 2ാം റൗണ്ട് വിളവെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ശരാശരി ഇനം കിലോ 2,496 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 2,888 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയിലക്കൃഷി പ്രതിസന്ധിയിൽ. കാലാവസ്ഥാ മാറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ദക്ഷിണേന്ത്യയിലെ തേയിലത്തോട്ടങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ദക്ഷിണേന്ത്യയിലെ തേയിലത്തോട്ടങ്ങൾ തേയിലക്കൊളുന്ത് ഉൽപ്പാദനം നിലച്ചു തുടങ്ങി. സാധാരണയായി 15 ദിവസത്തിലൊരിക്കലാണ് തേയിലത്തോട്ടങ്ങളിൽ നിന്നും കൊളുന്ത് ശേഖരിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം 1 മാസമായി തേയിലക്കൊളുന്ത് തോട്ടങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായി. മഴയും മൂടൽമഞ്ഞും സൂര്യപ്രകാശത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ചെടികളിലെ തളിരിലകളിൽ കുമിൾ രോഗവും ബാധിച്ചു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലെ പല തോട്ടങ്ങളിൽ കുമിൾ രോഗം വ്യാപകമായി പടർന്നു തുടങ്ങി. തേയില ഉൽപ്പാദനം നിലച്ചതോടെ ഗൂഡല്ലൂരിലെ തേയില ഫാക്ടറികളുടെ പ്രവർത്തനവും നിലച്ചു. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഫാക്ടറികളിൽ ആഴ്ചയിൽ 1 ദിവസമായി പ്രവർത്തനം. 100 കണക്കിന് തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. പൂനൂർ, കോത്തഗിരി താലൂക്കുകളിൽ തേയില ഉൽപ്പാദനത്തിൽ കുറവുണ്ടായില്ല. ഇവിടെ മഴ കുറവായതിനാൽ ഉൽപ്പാദനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. തേയില ഉൽപ്പാദനം കുറഞ്ഞിട്ടും വില താഴോട്ട് തന്നെയാണ്. വില വർധന ഇല്ലാതെ വന്നാൽ തേയില മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് മാറും. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇടുക്കിയിലെ പല തേയിലത്തോട്ടങ്ങളിൽ പലതും അടച്ചുപൂട്ടിയിരുന്നു. മറ്റു പല തോട്ടങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയെ ആശങ്കയിലാഴ്ത്തി ബന്ദിപ്പൂർ വനമേഖലയിൽ ഗതാഗത നിയന്ത്രണ നീക്കം. പഴം, പച്ചക്കറി വാഹനങ്ങൾക്കുള്ള നിരോധന സമയം ദൈർഘിപ്പിക്കും. ബന്ദിപ്പൂർ വനമേഖലയിലൂടെ പഴം, പച്ചക്കറി വാഹന ഗതാഗതത്തിൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം വ്യാപാര മേഖലയെ ആശങ്കയിലാക്കുന്നു. പഴം, പച്ചക്കറി വാഹനങ്ങൾക്ക് വൈകിട്ട് 6 മുതൽ നിരോധനം ഏർപ്പെടുത്താനാണ് കർണാടക വനംവകുപ്പിന്റെ നീക്കം. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പഴം, പച്ചക്കറി വിപണി സജീവമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രാ നിയന്ത്രണം വിലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ വ്യാപാരികൾ. മലബാറിലേക്കുള്ള പച്ചക്കറി നീക്കത്തെയാണ് പുതിയ നിരോധനം സാരമായി ബാധിക്കുക. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് ഗുണ്ടൽപേട്ട്, ബത്തേരി വഴി വൻതോതിലാണ് പച്ചക്കറി ലോഡുകൾ എത്തുന്നത്. ഇവിടെ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പച്ചക്കറി എത്തുന്നുണ്ട്. ദേശീയപാത 766-ൽ കർണാടകയിലെ മധൂർ മുതൽ സംസ്ഥാന അതിർത്തിയായ മൂലഹോള വരെ ബന്ദിപ്പൂർ വനമേഖലയിലായിരിക്കും നിയന്ത്രണം. നിലവിൽ രാത്രി 9 മുതൽ രാവിലെ 6 വരെയാണ് ഇതുവഴി ഗതാഗത നിരോധനമുള്ളത്. ഇതുകൂടാതെയാണ് പഴം, പച്ചക്കറി ചരക്കു വാഹനങ്ങൾക്ക് വൈകിട്ട് 6 മുതൽ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം. പച്ചക്കറി, പഴങ്ങൾ, കരിമ്പ് എന്നിവയുമായി പോകുന്ന വാഹനങ്ങൾ കാട്ടാനകൾ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധന നീക്കം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ പശുക്കളെ ഇൻഷുർ ചെയ്യാം. ആദ്യ ഗഡുവായി 50 ലക്ഷം രൂപ കേന്ദ്രം അനുവദിച്ചതായി സംസ്ഥാന ക്ഷീരവികസന മന്ത്രി. 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാൻ സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ആദ്യ ഗഡുവായി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിലടക്കം സേവനം ലഭ്യമാക്കുന്ന വെറ്റിനറി ആംബുലൻസ് സംവിധാനം കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയതായി മന്ത്രി പറഞ്ഞു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വെറ്റിനറി ആംബുലൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഉടനെ തന്നെ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് ഓണക്കാലത്ത് 500 രൂപ വീതം നൽകുന്ന ഓണമുദരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉത്തർപ്രദേശിൽ കീടനാശിനികൾക്ക് നിരോധനം. ബസുമതി അരിയുടെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നത് മൂലമാണ് കീടനാശിനികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്.
ഇന്ത്യയുടെ ബസുമതി അരിയുടെ ഗുണനിലവാരം നശിപ്പിക്കുകയും വിദേശ വിപണികളിലേക്കുള്ള പ്രവേശനത്തിൽ വെല്ലുവിളിയാകുന്ന 11 കീടനാശിനികളുടെ ഉപയോഗമാണ് ഉത്തർപ്രദേശ് നിരോധിച്ചത്. ഓഗസ്റ്റ് മുതൽ 3 മാസത്തേക്കാണ് നിരോധനം. ബസുമതി അരി കയറ്റുമതിയിൽ മുൻനിരക്കാരെന്ന സ്ഥാനം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഉത്തർപ്രദേശിന്റെ ഈ നീക്കം. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നെല്ലുൽപാദന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. രാജ്യത്തുപയോഗിക്കുന്ന കീടനാശിനികൾ മൂലം വിദേശ രാജ്യങ്ങളിലെ ഗുണനിലവാര പരിശോധനയിൽ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾ പിന്തള്ളപ്പെടാറുണ്ട്. ഉമി നീക്കം ചെയ്തതിനു ശേഷവും അരിയിൽ കീടനാശിനികളുടെ അംശം അവശേഷിക്കുന്നു. ഇത് അരിയുടെ ഗുണനിലവാരം മോശമാക്കുന്നു. ഇതുമൂലം കയറ്റുമതിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. പല രാജ്യങ്ങളും അരി തിരികെ അയക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തമിഴ്നാട്ടിൽ ചെറിയ ഉള്ളി വിളവെടുപ്പ് സജീവം. ലക്ഷ്യം ഓണവിപണി. ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ ചെറിയ ഉള്ളി കർഷകർ തെങ്കാശി അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലെല്ലാം വിളവെടുപ്പ് അവസാന ഘട്ടത്തിലെത്തി. വലിയ പാടങ്ങൾക്ക് പുറമെ ഇടവിള കൃഷിയായി ഇറക്കിയ ഉള്ളിയും വിളവെടുപ്പ് പൂർത്തിയായി. കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ ഉള്ളി ഒന്നിച്ചു ചന്തയിലെത്തിക്കുന്നത് വിലയിടിവിന് ഇടയാക്കുന്നുവെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. വിലത്തകർച്ച ഒഴിവാക്കാൻ നാടൻ സംഭരണ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാത്ത തരത്തിൽ വായുസഞ്ചാരമുള്ള അറകളിൽ ആഴ്ചകളോളം ഉള്ളി സംഭരിച്ചു വെക്കാനാകും. ഇവ വില ഉയരുന്ന സമയത്ത് ചന്തകളിലെത്തിക്കുകയും ചെയ്യും. ഓണം അടുക്കുന്നതോടെ മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൂടാതെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഉള്ളി വരവ് കുറയുന്നതും തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിലെ കർഷകർക്ക് നേട്ടമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 189, RSS 5 186, ലാറ്റക്സ് 133, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 70,800, കുരുമുളക് അൺഗാർബിൾ 68,800, ഏലക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36,600, കൊപ്ര 21,600, ചുക്ക് 22,500,